ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുട്ടുപൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത നെയ്പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അരി കുതിർത്തെടുത്തിട്ട് ആ അരി അരച്ചിട്ടൊക്കെയല്ലേ നെയ്പത്തിരി ഉണ്ടാക്കാറ്. എന്നാൽ ഇനി അതൊന്നും വേണ്ട, നമുക്ക് പുട്ടുപൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് നെയ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടെ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ പുട്ടുപൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെയ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നെയ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ അജ്മി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് വീട്ടിൽ പൊടിച്ചെടുത്ത പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഈ പുട്ടുപൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നൈസ് പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പുട്ടുപൊടി അളന്നെടുത്ത് അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം പോരാട്ടോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തന്നെ വേണം. വെള്ളം ഇതുപോലെ നല്ലതുപോലെ തിളച്ച് വന്നാൽ ഇനി ഈ വെള്ളം നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കിത് കുഴച്ച് നോക്കിയിട്ട് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഇവിടെ അടച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ തേങ്ങാക്കൂട്ടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ കുതിർന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങാക്കൂട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ നെയ്പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മാവ് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്തിട്ട് ഈ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഈ മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നെയ്പത്തിരി അല്ലേ, അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കയ്യിൽ നെയ്യാക്കി കുഴച്ചെടുക്കുന്നത് കാരണം ഈ മാവ് കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ. ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യും തേങ്ങാക്കൂട്ടും എത്തണം. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നെയ്പത്തിരി പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കൊന്നും വേണ്ട. ഇനി നമുക്കിത് പരത്തിയെടുത്തിട്ട് വേഗം തന്നെ ചുട്ടെടുക്കാം. കണ്ടോ, മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ, എന്നാലേ നമുക്കിത് പൊട്ടിപ്പോവാതെ പരത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഒരു വലുപ്പത്തിൽ കുറച്ച് മാവ് എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ക്രാക്കൊന്നും വരാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇനി ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഷീറ്റിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുക്കുക. ഇനി ഈ ഷീറ്റ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഈ മാവ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മാവ് പാകത്തിന് പരന്ന് കിട്ടും. ഇത് ഒരുപാട് അങ്ങോട്ട് നൈസായിട്ടല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയിലുമല്ല. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് പരത്തിയെടുത്താൽ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോയിട്ട് ഇത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങളിത് പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. നെയ്പത്തിരി ചുട്ടെടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ടാകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നെയ്പത്തിരി പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടൂല. നെയ്പത്തിരി ഇങ്ങനെ പരത്തിയെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓരോന്ന് പരത്തുക, എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് കുറഞ്ഞു പോയാൽ നെയ്പത്തിരി പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടൂല. നമ്മൾ ഇതുപോലെ പാത്രം കൊണ്ട് പരത്തിയെടുക്കുമ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ പരന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാഴയിലയിലും പരത്തിയെടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഈ നെയ്പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തവി കൊണ്ടൊന്നും ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരിത്തിരി സമയം കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നോളും. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. നെയ്പത്തിരി നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ പൊങ്ങി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പത്തിരി മുഴുവനായിട്ട് അങ്ങോട്ട് പരത്തിയെടുത്ത് വെക്കണ്ട. അങ്ങനെ ആദ്യം തന്നെ മുഴുവനായിട്ടും പരത്തി വെക്കുമ്പോൾ ചിലപ്പോൾ വിള്ളലൊക്കെ വന്നിട്ട് ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആയി വരുന്ന സമയം മാത്രം മതി നമുക്ക് അടുത്തത് പരത്തിയെടുക്കാൻ. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടൽ വരികയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ മാവ് ഡ്രൈ ആയതുകൊണ്ടാവും പൊട്ടൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. കാരണം ഇത് പുട്ടുപൊടിയല്ലേ, അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നാൽ ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ആ ഡ്രൈ ആയ മാവ് തന്നെ ഉരുട്ടിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ വിള്ളൽ വന്നിട്ട് അതിലേക്ക് എണ്ണ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാവ് ഡ്രൈ ആവാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് പൊട്ടാതെ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ നെയ്പത്തിരി ഒട്ടും എണ്ണ കുടിക്കാതെ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ പൊരിച്ചെടുത്തിട്ട് നമുക്കധികം എണ്ണയുടെ ആവശ്യം വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ എണ്ണയുടെ കളറും ചേഞ്ച് ആയിട്ടില്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പുട്ടുപൊടി കൊണ്ട് ഞാനിവിടെ 13 നെയ്പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നെയ്പത്തിരി വേണമെന്നുണ്ടെങ്കിൽ പുട്ടുപൊടി കൂടുതൽ എടുക്കുക, അതിനനുസരിച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിക്കും 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിക്കും വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം നമുക്കിതിലേക്ക് കറക്റ്റായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് അരി അരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതുപോലെ പുട്ടുപൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ പൊങ്ങി വന്നത് പെട്ടെന്നൊന്നും താഴ്ന്നു പോകുന്നില്ല. കണ്ടോ, നമ്മൾ അരി അരച്ചുണ്ടാക്കിയ നെയ്പത്തിരിയെ പോലെ തന്നെ ഉള്ളിൽ അത്യാവശ്യം തരിയോട് കൂടിയിട്ട് തന്നെ നല്ല സൂപ്പർ നെയ്പത്തിരി തന്നെയാണ് ഇതും. ഇത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് നമ്മൾ കരിഞ്ജീരകവും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് കറി ഇല്ലെങ്കിലും ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ടുപൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ നെയ്പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്